ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഒരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ 4 സ്ക്വയേഴ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതിൽ രണ്ടെണ്ണത്തിൽ നമ്മൾ ഫ്ലവർ ഡിസൈനും ബാക്കി രണ്ടെണ്ണത്തിൽ നമ്മൾ 2 ബീഡ്സ് വെച്ചിട്ടുള്ള ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സെൻറ്ററിലായിട്ട് 3 ഫ്രഞ്ച് നോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം തന്നെ. അതിനുശേഷം അതിന് ചുറ്റുമായിട്ടാണ് നമ്മൾ കാസ്റ്റ് ഓൺ സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 8 ലൂപ്സാണ് ഇതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഒരു പോയിന്റിലൂടെ എടുത്തിട്ട് മറ്റൊരു പോയിന്റിൽ ഇതുപോലെ കുത്തിയെടുക്കുക. അതിനുശേഷം ഞാൻ മറ്റൊരു സൂചിയും കൂടി ഇതുപോലെ കുത്തി കൊടുക്കുന്നുണ്ട്. നമ്മൾ ലൂപ്സിന് കുറച്ചൊന്ന് വലിപ്പം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ 2 സൂചിയും കൂടി ഇതുപോലെ ഒരുമിച്ച് പിടിക്കാം. എന്നിട്ട് നമ്മൾ ലൂപ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ ഓരോ പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ 5 ലൂപ്സാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ 8 ലൂപ്സാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ 8 ലൂപ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മറ്റേ നമ്മുടെ രണ്ടാമതിട്ട സൂചിയുള്ള അത് എടുത്തു മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആദ്യത്തെ സൂചി ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുന്നത്. ഇത് നമ്മളിങ്ങനെ ടൈറ്റാക്കി കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് ചേർത്ത് വെച്ചിട്ടിങ്ങനെ താഴോട്ട് കുത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ 3 എണ്ണമാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ ഒരു പെറ്റലാണ് കഴിഞ്ഞത്. ഇനി അടുത്തൊരു പെറ്റലും നമ്മൾ ഇതുപോലെ ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യത്തേൻ്റെ കുറച്ച് മുമ്പ് അതായത് അത് കഴിയുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഇങ്ങനെ കുത്തിയെടുക്കുകയാണ്. മൂന്നാമത്തെ പെറ്റൽ ചെയ്യുമ്പോൾ നമ്മൾ അത് കുത്തിയെടുക്കേണ്ടത് നമ്മൾ ആദ്യത്തെ പെറ്റലുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ കൂടിയാണ് കേട്ടോ. കാരണം ഇത് അവസാനത്തെ പെറ്റലാണ് ഈ മൂന്നാമത്തെ പെറ്റൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത് ഒന്നാമത്തെ പെറ്റലിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടങ്ങുന്ന ഭാഗത്തു നിന്നാണ് ഇങ്ങനെ കുത്തിയെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ നമ്മൾ എവിടെ നിന്നാണോ ആദ്യം കുത്തിയെടുത്തത് അങ്ങോട്ട് തന്നെ തിരിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ പുറം ഭാഗത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇങ്ങനെ പെറ്റൽസ് ചെയ്ത് വരികയാണ്. അപ്പോൾ നമ്മൾ 8 ലൂപ്സുള്ള പെറ്റൽസാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒന്നിന് ചുറ്റും മറ്റൊരെണ്ണം വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് വരികയാണ്.
ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ദുപ്പട്ടയും പാൻറ്റൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.